എനിക്കറിയില്ല, എനിക്ക് എങ്ങനെ അറിയില്ല നമ്മളെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് സിന്ദൂരം ഇടേണ്ടത്, അത് അത്രയും ആത്മാർത്ഥമായിട്ട് അയാൾക്ക് വേണ്ടി താലി ഇടണം. ഞാനൊന്നും എൻ്റെ ആ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ സിന്ദൂരമേ ഇട്ടിട്ടില്ല, കാരണം എനിക്ക് അങ്ങനെ ഒരു ഇമോഷൻ തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോഴുള്ള എൻ്റെ റിലേഷൻഷിപ്പിലുള്ള ഒരു ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര വില്ലിങ് ആണ്, ആൾക്ക് വേണ്ടി ഞാൻ ഇടാൻ വേണ്ടിയിട്ട് വില്ലിങ് ആണ്. പക്ഷെ അന്ന് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ ആർഭാട ട്രാൻസ്ജെൻഡർ വിവാഹം കഴിഞ്ഞ ഒരാളാണ് എൻ്റെ മുമ്പിൽ നിന്നിരിക്കുന്നത്, ഹെയ്ദി സാദിയ. ആ വ്യക്തി എന്നോട് പറയാതെ തന്നെ പറയുന്നുണ്ടായിരുന്നു നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം എന്നുള്ളത്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടേ ഇല്ല, ഞങ്ങൾ ഫിസിക്കലി ഒരുമിച്ചൊരു ഇൻറ്റിമസി അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഭയങ്കര ഷോക്കിംഗ് ആയിട്ടിരിക്കും, പക്ഷെ അങ്ങനെ സംഭവിക്കാത്തതും ഉണ്ട്. ഒരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ കല്യാണ ചെറുക്കനും കല്യാണ പെണ്ണും തമ്മിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായ പ്രണയം, ഒരിക്കലും മടുക്കാത്ത, ഒരിക്കലും മരവിക്കാത്ത, ഒരിക്കലും പരസ്പരം ഒരു രീതിയിലും ബോറടിക്കാത്ത രണ്ട് ഇൻഡിവിജ്വൽസ് ആയിരിക്കണം. ആലുവ മണപ്പുറത്ത് കണ്ട ഒരു ബന്ധം പോലും ഇല്ലാതെ രണ്ട് വ്യക്തികൾ ഒരു വീട്ടിൽ താമസിക്കുന്നു. ചായ വേണമെങ്കിൽ ടെക്സ്റ്റ് ചെയ്യും, വാട്സാപ്പിൽ ചായ തരൂ, ചായ കൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കും. നമ്മൾ ഈ ബാംഗ്ലൂർ ഡേയ്സിൽ നസ്രിയും ഫഹദും തമ്മിലുള്ള ഇനീഷ്യൽ സ്റ്റേജ് ഉണ്ടല്ലോ, അതേ അവസ്ഥയായിരുന്നു എനിക്ക്. ഭയങ്കര അവസ്ഥയാണ്. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് കൊറോണ വരുന്നു, വീട്ടിലകത്ത് തന്നെ രണ്ടുപേരും അവസ്ഥയാണ്. എന്നിട്ട് പോലും നിങ്ങൾക്കൊന്നും മിണ്ടണമെന്ന് തോന്നിയില്ല? ഒരു കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും അതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ. ആൻഡ് ഇപ്പം മസ്താനിക്ക് അഗെയിൻസ്റ്റ് എന്ന് സംസാരിച്ചതിൽ റിഗ്രറ്റ് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ആ കുട്ടിയോട് ആത്മാർത്ഥമായിട്ട് സോറി പറയണം. ദ റിയാലിറ്റി ബൈ ശാരികയിൽ ഇന്ന് യാഥാർത്ഥ്യങ്ങളുമായി ദ റിയൽ ആളായിട്ട് എന്നോടൊപ്പം വീണ്ടും ഹെയ്ദി സാദിയ. നമസ്കാരം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഇതിനു മുമ്പ് നമ്മൾ ഹോട്ട് സീറ്റാണ് കേട്ടത്. അന്ന് നമ്മള് ഞാനല്ലായിരുന്നു. ഇന്നിപ്പോ ഞാനായിട്ടും ഹെയ്ദി ആയിട്ടും നമ്മുടെ ഷോയിൽ വന്നിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. ഒരുപാട് തിരക്കുകൾക്കിടയിൽ നമ്മളോടൊപ്പം പങ്കുചേരാൻ കാണിച്ച സുമനസിന് നന്ദി പറയട്ടെ. ആദ്യമേ നന്ദി പറഞ്ഞിട്ട് തുടങ്ങാം. താങ്ക് യു ഫോർ ഇൻവിറ്റേഷൻ. ഞാൻ കുറെ നാളായിട്ട് എൻ്റെ ഷോ തുടങ്ങുമ്പോൾ ഞാൻ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച എക്സ്ക്ലൂസീവ് ഗസ്റ്റ് ഒരാളാണ് ഹെയ്ദി. ഓ മൈ ഗോഡ്, താങ്ക് യു. അപ്പോൾ അത് എൻ്റെ ഒരു ആനന്ദമാണ്, എൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ് നിങ്ങൾ വന്നത്. അപ്പോൾ പുകഴത്തിൽ നിർത്താം, നമുക്ക് തുടങ്ങാം. ഓക്കെ ഫൈൻ. അപ്പോൾ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം എന്താ, ഇപ്പം നതാശ ചേച്ചിയുടെ കല്യാണത്തിന് നമ്മൾ മീറ്റ് ചെയ്തിരുന്നു. അതെ, അത് തന്നെയായിരുന്നു പുതിയ വിശേഷം. അത് കഴിഞ്ഞ് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അപ്പം അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ തന്നെയാണ് നമ്മൾ ഈ വിരുന്നിന് പോവുക, ബാക്കി ഇടങ്ങളിലേക്ക് പോവുക, പിന്നെ സെറ്റിൽ ചെയ്യുക. ഓരോ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം തുടങ്ങുന്നതിൻ്റെ ഒരു 3 മാസം മുന്നേ തുടങ്ങിയ ഒരു ഓട്ടമാണ്. അതിൻ്റെ ആഫ്റ്റർ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നു. കുഴപ്പമില്ല, ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ചേട്ടൻ തിരിച്ചു പോകുന്നത് വരെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ടാവും. ഓക്കെ, എനിക്ക് തോന്നുന്നു അന്ന് ഭയങ്കര തിരക്കായിരുന്നു. ഹെയ്ദി ഒന്ന് സെൽഫി എടുക്കാൻ പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം എന്നെ കല്യാണത്തിന് വിളിക്കുമ്പോൾ, നതാശ വിളിക്കുമ്പോൾ ഹെയ്ദിയും കൂടെ ഉണ്ട്. ഉറപ്പായിട്ട് എന്നോട് പറഞ്ഞതെന്ന് അവിടെ നിന്ന് ഇങ്ങനെ പുഷ് ചെയ്തിരിക്കുന്ന ഹെയ്ദിയാണ്. അപ്പോൾ ഞാൻ വന്നിട്ട് ആദ്യം മീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച ആൾ ഹെയ്ദിയായിരുന്നു. പക്ഷേ ഹെയ്ദി ഭയങ്കര തിരക്കായിപ്പോൾ. അപ്പോൾ എനിക്ക് തോന്നി ഭയങ്കര ഓട്ടവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വളരെ ടെൻസ്ഡ് ആയിരുന്നു. അന്ന് വളരെ സുന്ദരിയായിട്ടായിരുന്നെങ്കിൽ പോലും മുഖത്ത് നല്ല ഒരു അനിയത്തി നിന്ന് ചെയ്യുന്ന സകല സാധനങ്ങളും ചെയ്യുന്ന ഒരു ഫീലിങ്സ് ഞാൻ കണ്ടിരുന്നു അവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേ മാറ്റങ്ങൾ എനിക്ക് തോന്നുന്നു ഹെയ്ദിയുടെ ജീവിതത്തിൽ ഇൻ ബിറ്റ്വീൻ നമ്മൾ കണ്ടതിൻ്റെ ഒരു ഗ്യാപ്പിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ആദ്യമായി ചോദിക്കാം. നമ്മൾ ഇത് ഹോട്ട് സീറ്റ് അല്ല, ഇത് ഹോട്ട് സീറ്റ് അല്ല. ഒരിക്കലും എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു ഗസ്റ്റിനെ പൊരിക്കാനോ അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരെ ചൊറിയാനോ എനിക്ക് താല്പര്യമില്ല. ബിക്കോസ് എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ ഇതിനും ഇവൾ എന്തോ ഉദ്ദേശിച്ചില്ല, എന്നാലും എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്, ഒരിക്കലും ഇല്ല. നമ്മൾ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറേ ആയിട്ട് അറിയാവുന്ന ഒരാളാണ് ഹെയ്ദി. പേഴ്സണലി നമ്മൾ ചിറ്റാറ്റൊന്നും ഇല്ല, ഫോണും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഈ പറയുന്ന മീഡിയയിലൂടെ കാണാറുണ്ട്. ഹെയ്ദിയുടെ സ്വന്തം ചാനലിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അതിലൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ നമ്മൾ ഈ നതാശയുടെ കല്യാണം, ഞാൻ സാധാരണഗതിയിൽ കല്യാണത്തിനൊന്നും അങ്ങനെ പോകാത്ത ആളാണ്. എനിക്ക് ഇഷ്ടമല്ല കല്യാണം. ബേസിക്കലി പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കുന്ന ഒന്നാണ് എന്ന് കരുതുന്ന ഏതൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ പറയട്ടെ, ഞാൻ എൻ്റെ അഭിപ്രായം മാത്രം പറഞ്ഞാണ്. അതായത് പെൺകുട്ടികളെ ഒരു ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കഷ്ടമാണ് കല്യാണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാവരെയും അല്ല, ഒട്ടുമുക്കാൽ കുട്ടികളുടെയും സ്വപ്നങ്ങളുടെ ചിറകരിഞ്ഞ് വീഴ്ത്തുന്ന ഒരു സാധനമാണ് കല്യാണം. കാരണം അതൊരു വേറൊരു ലൈഫാണ്. എന്തൊക്കെ നമ്മളിനി അഭിനയിച്ചാലും അവിടെ ചെന്ന് നമ്മളൊന്ന് അഭിനയിക്കേണ്ടി വരും ഒരിക്കലെങ്കിലും എന്ന് ചിന്തിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ അഭിനയം കാണാൻ പോകാറില്ല. അപ്പോൾ ഹെയ്ദി എന്നെ കല്യാണത്തിൽ വിളിക്കുമ്പോഴും ഞാൻ വരണ്ട എന്ന് ആദ്യം വിചാരിച്ചു. പക്ഷേ ഞാൻ ഇതുവരെ ഉണ്ടാകാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ട്രാൻസ്ജെൻഡറിൻ്റെ ഒരു വിവാഹം. ഹെയ്ദിയുടെ എനിക്ക് കാണാൻ സാധിച്ചില്ല, പക്ഷേ കൂടാൻ സാധിച്ചില്ല. പക്ഷേ ഇത് ചെയ്യണം എന്ന് കരുതി വരുന്നു. ഞാൻ ചുമ്മാ പൊടുത്തി പറയല്ല, ഞാൻ പലരോടും പറഞ്ഞു. ഗൂസ് ബംസ് ആയിരുന്നു. ഭയങ്കര ആനന്ദ ഹർഷം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഇതുവരെ ഒരു കല്യാണത്തിന് എനിക്ക് കിട്ടാത്ത. ഞാൻ എൻ്റെ കൂടെ ഒന്ന് ശൈത്യ തോണ്ടി ചോദിച്ചു, ശൈത്യ ഇതെനിക്ക് മാത്രമാണോ ഗൂസ് ബംസ് വരുന്നത് ഇവരെ കണ്ടിട്ട്? അല്ല, അതായത് യവന സുന്ദരിമാർ കൂടിയ ഒരു കല്യാണം.
സീരിയസ്ലി ഐ എം ടെല്ലിങ് യു ദ ട്രൂത്ത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കണ്ണുകൾ കാണുമ്പോൾ അറിയാൻ പറ്റും. അതാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങളൊക്കെ അതീവ സുന്ദരിമാരായിട്ട്, അതായത് ഒരു ഓക്വേർഡ്നെസ്സും ഫീൽ ചെയ്യാതെ ഇതിൽ ഒറിജിനൽ ഏത്, ഞങ്ങളാരാ നിങ്ങളാരാ അങ്ങനെ ചോദിക്കേണ്ടി വരില്ല. ഞങ്ങൾ ഒരാളാണോ, ഞങ്ങൾക്ക് എന്ത്, ആ ഒരു ചോദ്യമായി പോയി. അപ്പോഴും എനിക്ക് ഈ കല്യാണം കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്ന ഒരാളെയാണ്. അത് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേദനിക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. അത് ചോദിക്കുമ്പോൾ ഹേദിക്ക് വേദനിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും ഇപ്പോൾ നതാഷയുടെ കല്യാണം കാണുമ്പോൾ ഭയങ്കര ആർഭാട കല്യാണമായിരുന്നു. നല്ല സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു, ഫോട്ടോഗ്രാഫേഴ്സ്, മീഡിയാസ്, പേഴ്സണാലിറ്റീസ്, നിങ്ങളുടെ തുറയിൽ നിന്നുള്ള ആൾക്കാർ, നോർമൽ ഈ പൊളിറ്റിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ മറ്റു ഫീൽഡ്, സിനിമ ഫീൽഡിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വന്നു. ക്യാമറ പേഴ്സൺസ്, സെലിബ്രിറ്റീസ്, എന്താ പറയുന്നത്, മേക്കപ്പ് ആർട്ടിസ്റ്റ്, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്ന പങ്കെടുത്ത ഗംഭീര കല്യാണം. അപ്പം ഇതുപോലൊരു ആർഭാട കല്യാണം കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ ആർഭാട ട്രാൻസ്ജെൻഡർ വിവാഹം കഴിഞ്ഞ ഒരാളാണ് എൻ്റെ മുമ്പിൽ നിന്നിരിക്കുന്നത്, ഹേദി സാദിയ. അപ്പോൾ എനിക്ക് ഈ കല്യാണം കണ്ടപ്പോൾ ഉള്ളിലൊരു പേടി തോന്നി. ദൈവമേ, ഇതുപോലൊരു കല്യാണം വാർത്തകളിൽ ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് നിറഞ്ഞിരുന്നു. അതുപോലെ ഇതാവരുത്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയോടൊപ്പം അനുഗ്രഹങ്ങളും പ്രാർത്ഥന എല്ലാം ഉണ്ട്. എങ്കിലും ഇങ്ങനെ കാണുമ്പോൾ ഹേദിക്ക് എന്താണ് ഹേദിയുടെ മനസ്സിൽ വന്നത്? അല്ല, എൻ്റെ ലൈഫ് വെച്ചിട്ട് ഒരിക്കലും എൻ്റെ ചേച്ചിയുടെ ലൈഫ് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഓരോ ഫാമിലിയിലെടുത്ത് നോക്കുകയാണെങ്കിലും ചേച്ചിയുടെ കല്യാണം വളരെ സക്സസ്ഫുൾ ആയിട്ട് ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്, അനിയത്തിയുടെ ചിലപ്പോൾ ഫ്ലോപ്പായി പോകുന്നുണ്ടാവാം. ഒരുപാട് അനിയത്തി ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ചേച്ചി ഹാപ്പി ആയിട്ട് ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ടാവും. അപ്പോൾ ഒരിക്കലും എൻ്റെ കല്യാണം വെച്ചിട്ട് എൻ്റെ ചേച്ചിയുടെ കല്യാണം ഒന്നും പറയാൻ പറ്റില്ല. അത് രണ്ടും രണ്ട് ആംഗിളിലുള്ള സംഭവങ്ങളാണ്. ചേച്ചിയുടെ പേഴ്സണലി എടുത്ത് നോക്കുകയാണെങ്കിൽ ചേച്ചി ലൈഫിൽ സക്സസ് ആയി, സ്വന്തമായി വീട് വെച്ച്, ഫൈനാൻഷ്യലി സ്റ്റേബിളായി, എല്ലാ രീതിയിലും ഓക്കെ ആയിട്ട് 7 വർഷം അവർ തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ കണക്ഷൻ, ആ ഒരു വെൽബീയിങ്ങിനെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ അവർക്കൊരു കൺഫർമേഷൻ കിട്ടി. ഈ റിലേഷൻഷിപ്പ് ബെസ്റ്റാണ്, നമുക്കിനി ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കല്യാണം, മാരേജ് ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും കാര്യപ്പെട്ടുണ്ടാവില്ല എന്ന് പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് കല്യാണത്തിലേക്ക് പോവാം. പക്ഷെ എനിക്ക് അങ്ങനെ ആയിരുന്നില്ല. എന്നത് ഞാൻ വളരെ ചെറിയ പ്രായത്തിലാണ്, ഒരു 7 വർഷം മുന്നേ നടന്നൊരു കല്യാണമാണ്. അപ്പം വളരെ ചെറിയ പ്രായം, ആ പ്രായത്തിൽ ഒരു 20-21 വയസ്സുള്ള കുട്ടികൾക്ക് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു, പഠിത്തം കഴിയുന്നു, പഠിത്തം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ആ ഒരു കോൺസെപ്റ്റിൽ നിന്നുകൊണ്ടായിരുന്നു എൻ്റെ നടന്നത്. പിന്നെ ഞാനും ആ വ്യക്തിയും തമ്മിൽ അത്യാവശ്യം ഏജ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ രീതിയിലും ഞങ്ങൾ 2 ആംഗിളിൽ നിൽക്കുന്നവരാണ്. അപ്പം എൻ്റെ ഇഷ്ടങ്ങളുമായി ഒരിക്കലും മാച്ച് ആവാത്ത ഒരാളാണ്. റൊമാൻറ്റിക്കലി ആണെങ്കിലും, ഫിസിക്കലി ആണെങ്കിലും, മെൻ്റലി ആണെങ്കിലും, ഇമോഷണലി ആണെങ്കിലും ഒന്നും ഞങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്കറിയില്ല, ഇത് ഈ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കല്യാണത്തിലേക്ക് പോകാൻ പാടുള്ളൂ. ഈ കല്യാണം എന്നതിലേക്ക് എത്തുന്നതിന് മുന്നേ കുറച്ചധികം പരസ്പരം മനസ്സിലാക്കേണ്ടതുണ്ട്. ആളുടെയും എൻ്റെയും നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലെന്തോ ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ട്. അപ്പം എനിക്കറിയില്ല, എനിക്കിങ്ങനെ അറിയില്ല നമ്മളെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് സിന്ദൂരം ഇടേണ്ടത്, അതത്രയും ആത്മാർത്ഥമായിട്ട് അയാൾക്ക് വേണ്ടി താലി ഇടണം. ഞാനൊന്നും എൻ്റെ ആ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ സിന്ദൂരമേ ഇട്ടിട്ടില്ല, കാരണം എനിക്ക് അങ്ങനെ ഒരു ഇമോഷൻ തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോഴുള്ള എൻ്റെ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര വില്ലിങ് ആണ്, ആൾക്ക് വേണ്ടി ഞാൻ ഇടാൻ വേണ്ടിയിട്ട് വില്ലിങ് ആണ്. പക്ഷെ അന്ന് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പം അറിയാത്തൊരു സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയതാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത്തോളം ഞാൻ ഒരു പ്രൗഡ് ഡിവോഴ്സിയാണ്. അതെന്നെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാളുടെ ജീവിതത്തിൽ എല്ലാം ലഭിക്കുക എന്നുള്ളത് വലിയ ഭാഗ്യകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാനൊരു പൂർണ്ണതയുള്ള സ്ത്രീയിലേക്ക് എത്തുന്നത് കല്യാണത്തിലേക്ക് പോകുന്നു, ഡിവോഴ്സിലേക്ക് പോകുന്നു, സെക്കൻഡ് മാരേജ് ഇസ് ഓക്കെ, ടോട്ടലി ഫൈൻ, അതിലേക്ക് പോകുന്നു. അപ്പം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പാഠം പഠിപ്പിച്ച ഒരു കാര്യമാണ് ഡിവോഴ്സ്. അപ്പം ഞാൻ ഡിവോഴ്സിൽ എനിക്ക് അങ്ങനെ ഭയങ്കര കുറ്റബോധമൊന്നുമില്ല. ലൈഫിലൊരു പുതിയൊരു ചാപ്റ്റർ പഠിപ്പിച്ചിട്ട് അവർ പോയി. പിന്നെ അപ്പം അതിലാണ് ഞാൻ കുറേ ഇമോഷണലി സ്ട്രോങ് ആവാനും ഫൈനാൻഷ്യലി കാര്യങ്ങൾ ഡീൽ ചെയ്യാനും, കണ്ണടച്ച് നമ്മളെ പൈസ മൊത്തം നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നതൊക്കെ മാറ്റി നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കണം, നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഞാൻ സമ്പാദിക്കുന്ന പൈസയിൽ നിന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു തോട്ടൊക്കെ വന്നതും ഫൈനാൻഷ്യലി ഡീൽ ചെയ്യാൻ പാഠം പഠിച്ചതും അതില്ല. കാരണം ഞാൻ 2020 അത് നടക്കുന്നത്. 2021 ആ റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ടേക്ക് പോയാൽ ഒരു ലൈഫില്ല എന്ന് മനസ്സിലാക്കിയപ്പം എനിക്ക് മനസ്സിലായി, ആ വ്യക്തി എന്നോട് പറയാതെ തന്നെ പറയുന്നുണ്ടായിരുന്നു നമുക്കിതിവിടെ വെച്ച് നിർത്താം എന്നുള്ളത്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടേ ഇല്ല, ഞങ്ങൾ ഫിസിക്കലി ഒരുമിച്ചൊരു ഇൻറ്റിമസി അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഭയങ്കര ഷോക്കിംഗ് ആയിട്ടിരിക്കും. പക്ഷെ അങ്ങനെ സംഭവിക്കാത്തതും ഉണ്ട്. അത് Day 1 തൊട്ട് ഞാൻ പിരിഞ്ഞു വരുന്ന ദിവസം വരെ നമ്മൾ തമ്മിലൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൂടെ നിന്നേനെ. കാരണം ഞാൻ ഇമോഷണലി അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ ഡിറ്റാച്ച്ഡ് ആവാൻ പാടുള്ളൊരു പേഴ്സണാണ്. അപ്പം
അതൊന്നും അന്ന് സംഭവിച്ചില്ല. അറേഞ്ച്ഡ് മാരേജ് അല്ലായിരുന്നല്ലോ. അറേഞ്ച്ഡ് മാരേജ് എന്ന് വേണം പറയാൻ, കാരണം ലവ് മാരേജ് എന്ന് പറയാൻ പറ്റില്ല. അതായത് അവര് ഞാൻ പറഞ്ഞില്ല എന്നേലും അത്യാവശ്യം ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ജനറേഷനിൽ നിന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു സമയത്ത് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പോലെ ഒന്നല്ല, ഈ കൊറോണയ്ക്കൊക്കെ ഒത്തിരി മുന്നെയാണ് ഇത് നടക്കുന്നത്. അപ്പോൾ കൊറോണയ്ക്ക് ശേഷം കുറെ മാറ്റങ്ങളുണ്ടായിരുന്നു. മൊത്തം മാറ്റം ആൾക്കാരുടെ പെരുമാറ്റത്തിലും ചിന്താഗതിയിലും ഒക്കെ കുറെ മാറ്റങ്ങളുണ്ടായി. കുറെ കൂടെ ആൾക്കാർ ബ്രോഡായി ചിന്തിക്കാനൊക്കെ തുടങ്ങി. അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മള് കല്യാണത്തിന് മുന്നേ അത് ചെയ്യുന്നത് ഈ സോക്കോൾഡ് കണ്ടീഷൻ ചെയ്തപ്പോൾ നമ്മൾ സർജറി ഒക്കെ ചെയ്ത് മാറിക്കഴിഞ്ഞാലും കണ്ടീഷൻ ചെയ്ത് വെച്ച സംഭവത്തിന് നമ്മൾ ഫോളോ ചെയ്യണം എന്നൊരു റൂൾ ഉണ്ടായിരുന്നു. അങ്ങനെ റൂൾ എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തർ അവർ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കവേ ആ വ്യക്തി ഇങ്ങനെ ഇഷ്ടം തോന്നിയപ്പം, ഇഷ്ടം എൻ്റെ അടുത്ത് പറയുന്നതിനെക്കാട്ടിലും മുന്നേ ആ വ്യക്തിയുടെ പേരൻസിൻ്റെ അടുത്ത് പറയുന്നു, എൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്നു, ഞങ്ങളുടെ ഫാമിലി വന്ന് സംസാരിക്കുന്നു, ഇതേപോലെ പെണ്ണ് കാണൽ, അങ്ങനെയൊക്കെ പ്രോപ്പറായിട്ടുള്ള ചാനലിലൂടെ പോകുന്നത്. അപ്പം ആക്ച്വലി അതൊന്നും അങ്ങനെ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. അങ്ങനെ നമ്മൾ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രോപ്പർ ചാനലുണ്ട്, അതൊക്കെ ക്രോസ് ചെയ്ത് പോകണമെന്നൊന്നുമില്ല. നമ്മൾ ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ആ പേഴ്സണോട് അറ്റ്ലീസ്റ്റ് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എവിടെയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്തേനെ, എന്ത് സാക്രിഫൈസ് ചെയ്ത് ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്തേനെ. പക്ഷെ പറ്റിയില്ല. അപ്പം വേണ്ടത് പ്രണയമാണ്. അതെ, ഒരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ കല്യാണ ചെറുക്കനും കല്യാണ പെണ്ണും തമ്മിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായ പ്രണയം, ഒരിക്കലും മടുക്കാത്ത, ഒരിക്കലും മരവിക്കാത്ത, ഒരിക്കലും പരസ്പരം ഒരു രീതിയിലും ബോറടിക്കാത്ത രണ്ട് ഇൻഡിവിജ്വൽസ് ആയിരിക്കണം. എന്നാലേ അതിലൊരു കാര്യമുള്ളൂ. അത് അങ്ങനത്തെ റൈറ്റ് പേഴ്സണെ കണ്ടെത്താൻ കുറച്ച് ടൈം എടുക്കും. അങ്ങനെ ഒരു റൈറ്റ് പേഴ്സൺ ലൈഫിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അത് ഒരു ടൈമാണ്. ആ ടൈമിൽ മാത്രമേ വരത്തുള്ളൂ. ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള പ്രണയം ആകണമെന്നില്ല നമ്മൾ കോളേജ് ടൈമിലുള്ളത്. കോളേജ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു കല്യാണത്തിലേക്ക് പോയാൽ ചിലപ്പോൾ അത് സക്സസ് ആവണമെന്നൊരു നിർബന്ധമില്ല. നമ്മൾ ആ രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിൽ ഒരു കണക്ഷൻ വേണം. ആ കണക്ഷൻ ഭയങ്കര ഡീപ്പായിട്ടുണ്ടാവണം, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ അത് സക്സസ് ആവുള്ളൂ. അത് എൻ്റെ കേസിൽ നിന്ന് മാത്രമല്ല, ആരുടെ കേസിലായാലും. ചേച്ചിയുടെ കേസിലേക്ക് വരെ എൻ്റെ വെച്ചിട്ട് ഒരിക്കലും ചേച്ചിയുടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കുറേ കമൻസ് ഒക്കെ വന്നിട്ടുണ്ട്, വലിയ കാര്യത്തിൽ നീ കാവടി തുള്ളി കളിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്ത് പറ്റി, ഡിവോഴ്സായി, ആ ചെറുക്കൻ ഇട്ടേച്ച് പോയില്ലേ എന്നൊക്കെ. പക്ഷേ ആ ചെറുക്കനും ഞാനും തമ്മിൽ, എൻ്റെ ചേച്ചിയും ചേട്ടനും തമ്മിലുള്ള കണക്ഷൻ പോലെ ഒന്നുമില്ല. കാരണം ഈ ചേച്ചിനെയും ചേട്ടനെയും കണക്ട് ചെയ്ത് കൊടുക്കുന്നത് ഞാനാണ് 8 വർഷം മുന്നേ. ഒരു പ്രൈഡ് മാർച്ചിന് വേണ്ടി പോയ ട്രിവാൻഡ്രത്തൊരു പ്രോഗ്രാമിന് പോയപ്പോൾ ഞാൻ ചേട്ടനും ചേച്ചിയും ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് കൊള്ളാലോ, ഇവരൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ കൊള്ളാലോ എന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാനും നാദ്രയൊക്കെ കൂടിയിട്ടാണ് ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം അന്ന് തൊട്ട് ഇന്ന് വരെ 7 വർഷം ഒരു 2 പേര് തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം അത് അങ്ങനെ തന്നെ നിലനിർത്താനും അവർക്ക് അന്ന് തുടങ്ങിയതിലും അതിതീവ്രമായിട്ട് പ്രേമിക്കാൻ പിന്നെയും പറ്റുന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ എൻ്റെ ആ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മുഖവും ഭയങ്കര, എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ പണ്ടായി നിന്ന ആളുടെ മുഖത്ത് ഭയങ്കര ഒരു എന്താ സാഡല്ല, ഒരു കൺഫ്യൂഷനോ എന്തൊക്കെ. ഞാൻ ഓർക്കും മനുഷ്യൻ എന്താ ചിരിക്കത്തില്ലേ എന്ന് ഞാൻ നിങ്ങളുടെ കല്യാണം ഐ ഡോണ്ട് നോ, ബട്ട് എനിവേ എന്തായാലും ഹാപ്പൻസ്. ആ മനുഷ്യന് അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അവർക്ക് ചിലപ്പോൾ അവരുടെ റൈറ്റ് ചോയ്സ് ആവണമെന്നില്ല, അത് ചിലപ്പോൾ ആ മൊമെന്റിലാവും മനസ്സിലായിട്ടുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ തമ്മിൽ ഒരു ആലുവ മണപ്പുറത്ത് കണ്ട ഒരു ബന്ധം പോലും ഇല്ലാതെ 2 വ്യക്തികൾ ഒരു വീട്ടിൽ താമസിക്കുന്നു. ചായ വേണമെങ്കിൽ ടെക്സ്റ്റ് ചെയ്യും, വാട്സാപ്പിൽ ചായ തരൂ, ചായ കൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കും. നമ്മൾ ഈ ബാംഗ്ലൂർ ഡേയ്സിൽ നസ്രിയും ഫഹദും തമ്മിലുള്ള ഇനീഷ്യൽ സ്റ്റേജ് ഉണ്ടല്ലോ, അതേ അവസ്ഥയായിരുന്നു എനിക്ക്. ഭയങ്കര അവസ്ഥ. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് കൊറോണ വരുന്നു, വീട്ടിലകത്ത് തന്നെ രണ്ടുപേരും അവസ്ഥയാണ്. എന്നിട്ട് പോലും നിങ്ങൾക്കൊന്നും മിണ്ടണമെന്ന് തോന്നിയില്ല, ഒരു കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും അതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ. ഞാൻ സീക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആയിരുന്നു. സോ എൻ്റെ ഇമോഷണൽ വെൽബീങ്ങിനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാരണം പിന്നെ ആ വ്യക്തി ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അവർ പിന്നീട് ബിസിനസ് ഇടുന്നു, അവരുടെ കാര്യങ്ങൾ നടത്തുന്നു, പുതിയ റിലേഷൻഷിപ്പിൽ ഹാപ്പി ആവുന്നു. സോ ആ വ്യക്തി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തി ഹാപ്പി ആയിരിക്കുന്നുണ്ടെങ്കിൽ അത് മതി എനിക്ക്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ എന്തായാലും അതിൽ കൃത്യമായിട്ടുള്ള മറുപടിയും കാര്യങ്ങളും എന്തായാലും ഹേദി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും എനിക്ക് അന്ന് ഞാൻ ഹേദിയെ കുറേയൊക്കെ ഫോളോ ചെയ്തിരുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയട്ടെ, അതായത് ഹേദിയുടെ ഒരു ബാല്യം എന്ന് പറയുന്നത് ഹേദി തന്നെ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ റിജക്ഷൻ ആയിരുന്നു. അതിനുശേഷം ബാംഗ്ലൂർ എത്തിപ്പെടുന്നു. ബാംഗ്ലൂർ ഒരുപാട് ജോലി വേദനാതരമായിട്ട് ഒരുപാട് കാലങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പിന്നീട് കോയമ്പത്തൂർ വന്നു, സർജറിയും കാര്യങ്ങളും. പക്ഷെ അതിനു മുമ്പ് വലിയൊരു സ്റ്റേറ്റ്മെന്റ്, എനിക്ക് ഏതോ ഒരു മാഗസിന് കൊടുത്ത ഇന്റർവ്യൂ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതിനകത്ത് പറയുന്നുണ്ട്, ബാംഗ്ലൂർ ഇങ്ങനെ എന്തോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആ ഒരു വലിയൊരു MNCയുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരിക്കൽ എനിക്കിവിടെ കയറാൻ പറ്റുമോ, അതേ സിറ്റിയിൽ അതുപോലൊരു MNCയിൽ വർക്ക് ചെയ്ത് ചരിത്രം സൃഷ്ടിച്ച ഒരാളാണ്. പിന്നീട് നമ്മുടെ നാട്ടിലെ എനിക്കൊന്നും ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ ട്രാൻസ് കമ്മ്യൂണിറ്റി എന്നൊരു ആദ്യത്തെ ജേർണലിസ്റ്റ് ആണ്.
അതുകൂടെ പിന്നെ ലൈവ് മറ്റേ നമ്മുടെ ചന്ദ്രയാന്റെ ലൈവ് കാര്യങ്ങളും എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ. കാരണം അന്ന് ഹോട്ട് സീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഹെയ്തിയെ പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. ബട്ട് അന്ന് ഹെയ്തിയെ കുറിച്ച് പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്തെങ്കിലും അങ്ങോട്ട് ചോദിച്ചു ചോറിയ. ഇതങ്ങനല്ലോ താങ്കളൊരു പേഴ്സണാലിറ്റി പ്രൊവോക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അന്ന് എന്നോട് എഴുതി പറഞ്ഞു, എനിക്ക് തോന്നുന്നു എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഇന്നും ഞാൻ എഴുതിയെ വിളിക്കുമ്പോൾ ഞാൻ ഇന്ന് എനിക്ക് സന്തോഷമാണ്. കാരണം എനിക്ക് പ്രൊവോക്ക് ചെയ്യണ്ട, സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ മതില്ല. അന്ന് ഞാൻ വിചാരിച്ച ഒരാളായിരുന്നില്ല. അന്ന് എനിക്കൊരു പാഠം ഹെയ്തി അവിടെ പഠിപ്പിച്ചു തന്നു. കാരണം ചുമ്മാ കയറി ചോദിച്ചാൽ പ്രവോകിതയാകുന്ന ഒരാളല്ല താങ്കളെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ലാസ്റ്റ് കഴിഞ്ഞപ്പോൾ ഇന്നും പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്റെ മനസ്സിലുണ്ട്, ഇത് പോരാ കേട്ടോ ശാരി, കുറച്ചുകൂടെ ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചു എന്ന് പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നല്ലോ അന്ന്. ഹോട്ട് സീറ്റ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ഇപ്പോഴാണ് റിയാലിറ്റി ബൈ KB ആയത്. അപ്പൊ അന്ന് വെച്ചാൽ ആ ഐഡന്റിറ്റി വിട്ട് ഒരിക്കലും നിൽക്കരുത്. അവിടെ സ്ട്രോങ് ആയി നിന്നിട്ട് പറ്റൂല, പ്രൊവോക്ഡ് ആയി തല്ലുകൂടി. ഞാൻ അതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് ഞാൻ കോളേജിൽ നേരെ വരുന്ന വഴിയായിരുന്നു. അത് ഭയങ്കര എക്സ്പെക്ട് ചെയ്തു. പക്ഷെ നമ്മള് ഭയങ്കര ഷോക്ക് പോകും. പക്ഷെ ഇന്റർവ്യൂ ആയിരുന്നു. പക്ഷെ എന്നാലും അത് പോരെന്ന് പറഞ്ഞു എന്റെ അടിക്ക്. ഇനി എന്തായാലും നമ്മുടെ റിയാലിറ്റി വന്ന് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് ഇതിയോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക്. അപ്പോൾ അതെ, നമ്മൾ പറഞ്ഞു തന്ന കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ അങ്ങനെ ഒരു സക്സസ്ഫുൾ ആയി ഇങ്ങനെ ലൈഫിൽ ഇപ്പോൾ എന്താണ് ഇപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് ഒരു കോളേജിൽ വർക്ക് ചെയ്തു. ഞാൻ PhD കോഴ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം PhD ആയിട്ട് മുന്നോട്ട് പോകുന്നു. കാരണം എനിക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിൽ എനിക്ക് നെറ്റും JRF ക്വാളിഫൈ ആയിരുന്നു, മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൽ. അതിനുശേഷം ഞാൻ വേറെ സബ്ജക്റ്റിലും എനിക്ക് 2 PG ഉണ്ട്. അപ്പം വേറെ സബ്ജക്റ്റിലും നെറ്റും JRF കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു നെറ്റും ഉണ്ട്. അപ്പൊ പിന്നെ ഇത്രയുമൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ള സ്ഥിതിക്ക് PhD കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി പഠിപ്പിക്കാൻ പോകണം തന്നെയാണ്. കംപ്ലീറ്റ്ലി ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് അസോസിയേറ്റ് പ്രൊഫസറായി അങ്ങനെ ഡീനൊക്കെയായി മാറണമെന്നാണ് ആഗ്രഹം. അതൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുമോന്ന് അറിയില്ല. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കളുടെ ബാല്യം വെച്ച് നോക്കുക. എല്ലാവരും പറയാറുണ്ട് ഒരു ചൈൽഡ്ഹുഡ് ഗുഡ് ആയിട്ടില്ലാത്ത ഒരാൾക്ക്, അത് വെദർ ഇറ്റ് ഈസ് ട്രാൻസ് ഓർ നോർമൽ പേഴ്സൺ അല്ല, ട്രാൻസ് ഓർ അല്ലെങ്കിൽ അതർ പേഴ്സൺ ആയിക്കഴിഞ്ഞാലും അവർക്കൊരു നല്ല ബാല്യം ഇല്ലെങ്കിൽ അവർക്ക് പിന്നീട് ഒരു സക്സസ് ഉണ്ടാവത്തില്ലെന്ന് പറയുന്നു. പക്ഷെ അതിൽ തെറ്റാണെന്ന് തെളിയിച്ചെന്ന ഒരാളാണിത്. കാരണം ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ ഏറ്റെടുത്തിട്ടും ഇവിടം വരെ പഠിച്ചെത്തി, ഇവിടം വരെയൊക്കെ സക്സസ്ഫുൾ. എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും കല്ലും മുള്ളുകളും ചവിട്ടിയ പാതകൾ തന്നെയായിരുന്നു താങ്കളുടേത്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോൾ അതിനകത്ത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരിക്കൽ പോലും പഠിത്തത്തോട് ഇത്ര അഭിനയിച്ച് എങ്ങനെ സാധിക്കുന്നു? ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും PG കഴിഞ്ഞാൽ മതി എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഡബിൾ PG പിന്നെ മാസ്റ്റർ ഈ പറയുന്ന PhDയിലേക്ക് പോകുന്നു. അതുകൂടാതെ മറ്റു പല കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ ഡിപ്ലോമ പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നല്ലോ കോട്ടയം യൂണിവേഴ്സിറ്റിയിലേക്ക്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഉണ്ടായിരുന്നു. അതൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഇതിനിടയ്ക്ക് എങ്ങനെ പറ്റുന്നു? അത് എനിക്ക് തോന്നുന്നത് എൻ്റെ തെറപ്പി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് അവിടെ പഠിക്കുന്ന ഒരു കാലയളവിൽ ആ ലൈഫിന് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്കുള്ള തെറപ്പി. അപ്പോൾ ഓരോ പ്രശ്നവും ഓരോ ഹാർട്ട് ബ്രേക്കും ഓരോ ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കുമ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ കോഴ്സ് പഠിക്കാൻ പോയിട്ട് അതിനെ അങ്ങ് ബാലൻസ് ചെയ്യാറാണ് പതിവ്. അപ്പം അങ്ങനെ സംഭവിച്ചു പോയതാണ് ഇതിൻ്റെ ഇടക്ക്. പക്ഷെ പിന്നെ ഞാൻ പഠിച്ച സ്കൂളിൽ ഞാൻ വൺ ഓഫ് ദി ഗുഡ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം വൺ ഓഫ് ദി ഗുഡ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ HMൻ്റെ മോളായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം അത് കാരണം എനിക്ക് ഈ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ബുള്ളിങ്ങും സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഈ ഹറാസ്മെന്റ്സ് ഒക്കെ ഭയങ്കര കുറവാണ്. എന്തെങ്കിലും പിന്നെ അവളെ കൂടെ കൂടുന്ന HMൻ്റെ മോളാണ്, പഠിക്കണം എന്നുള്ള ഒരു സ്ട്രെസ് അവളുടെ ഉള്ളിലുണ്ട്. അപ്പൊ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആകുമ്പോൾ എനിക്കും ഉണ്ട് അത്, അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ മോശമാവരുത് അന്നൊക്കെ അന്ന് അത്രയല്ലേ ചിന്തയുള്ളൂ. പിന്നെ കലോത്സവം അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ട് പോയ കാരണം സംഭവം അതിൻ്റെ ആ ഒരു സുഖം അറിയാം. അതായത് പഠിച്ച് രക്ഷപ്പെടണമെങ്കിൽ പഠിച്ച് പോകണം എന്നുള്ളത് അറിയാം. അല്ലാണ്ട് ഒരു വഴിയില്ല എന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് അങ്ങനെ പോയത്. പിന്നെ വിത്തൗട്ട് എഡ്യൂക്കേഷൻ വി ആർ ബിഗ് സീറോ എന്നുള്ളതാണ് മറ്റൊരു റിയാലിറ്റി. ഇപ്പം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു ലൈഫിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു നാട് വിട്ട് വേറൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാലും സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ എനിക്ക് അത് കൊടുത്തിട്ട് അതെ അവിടെ ജീവിക്കാം. തീർച്ചയായിട്ടും. എന്തെങ്കിലും ഒരിക്കലും മരിക്കാത്ത ധനമാണല്ലോ വിദ്യാധനം, നശിക്കാത്ത ധനം. അതെ, അപ്പോൾ തീർച്ചയായിട്ടും അത് നന്നായിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അത് അച്ചീവ് ചെയ്യുക എന്നുള്ളത് പ്രൈമറി ആയിരുന്നു. അത് അന്ന് ആ സമയത്ത് എന്തോ ഒരു ഫോർച്ചുനേറ്റ്ലി അത് സംഭവിച്ചു. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അതായത് പിന്നെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ഒരു ഇത് ബിഗ് ബോസ് കണക്റ്റഡ് ആണ്. അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, അതായത് സീസൺ ഒരു 4 തൊട്ട് ട്രാൻസ് പേഴ്സൺസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഷോ ആയിട്ട്, അതായത് കുറച്ചുകൂടെ പ്രോഗ്രസീവ് ആയി ഞങ്ങളെന്ന് കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് ആൾക്കാർ. അവര് ട്രാൻസ് കമ്മ്യൂണിറ്റി എന്നുള്ള ആൾക്കാർ ഞങ്ങളുടെ സീസൺ ഉൾപ്പെടെ ഇപ്പം ആദില നൂറ ഉൾപ്പെടെ ലെസ്ബിയൻ നിങ്ങളുടെ കമ്മ്യൂണിറ്റി തന്നെയാണല്ലോ, LGBTQ തന്നെ. അപ്പോൾ ആ കമ്മ്യൂണിറ്റി എന്നുള്ള ആൾക്കാരെ ഒരാളെങ്കിലും ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ഈ സീസണിലേക്ക് ഹെയ്തി പോകുന്നുണ്ടോ?
ഇനി വന്നാ വിളിച്ചാ പോണമെന്നൊക്കെ ഉണ്ട്. എനിക്ക് നിങ്ങളുടെ സീസണിൽ വരണമെന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ സീസൺ നിങ്ങളുടെ സീസണിൽ ഞങ്ങളെ കേൾപ്പിച്ചത് പോരാ. ഇത് കണ്ടല്ല ഞങ്ങളുടെ സീസണിൽ നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. ഞാന് മസ്താനിയെ കുറിച്ച് എന്താ മസ്താനായിട്ടുള്ള വിഷയം? ഇനി മസ്താനോട് ഒരു വിഷയമില്ല കേട്ടോ. എന്ത് വലിച്ചു കീറിയല്ല പെങ്കൊച്ചിനെ നിങ്ങള്? അതൊക്കെ ശരിയാണ്, വലിച്ചു കീറിയ നല്ലത്. അത് ആ സമയത്ത് എന്തൊക്കെയാ പറഞ്ഞതുപോലെ ബോധമുണ്ടോ? അതൊക്കെ എനിക്കുണ്ട്, അതൊക്കെ ഉണ്ട്. അതിനൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് അത് ആ പറയുന്ന പോയിന്റ് വരെ എനിക്ക് ഒരു റിഗ്രറ്റും ഉണ്ടായിരുന്നില്ല. കാരണം മസ്താനിക്ക് എല്ലാവരും അഗെയിൻസ്റ്റ് ആയിരുന്നു. കാരണം മസ്താനി ചെയ്തതിന്റെ ഒരു ബിഗ് ബോസിൽ കളിച്ച ഗെയിം ഫെയർ അല്ലാത്തതുകൊണ്ട് അങ്ങനെ. പക്ഷെ അത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഈ കുട്ടി മാസ്ക് ഇട്ടിട്ട് എയർപോർട്ടിലൂടെ വരുന്നൊരു സീൻ കണ്ടു. സത്യം പറയാലോ, ഞാൻ മസ്താനിയുടെ പ്രൊഫൈൽ എടുത്തിട്ട് ഒരു വലിയ എസ്സേ എഴുതി. മസ്താനി, ഐ എം റിയലി സോറി ഫോർ ദിസ്, യു ഡോണ്ട് ഡിസേർവ് ദിസ്, യു ഡിസേർവ്സ് എ ബെറ്റർ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു എസ്സേ എഴുതി. പിന്നെ ഞാൻ ബാക്ക് അടിച്ചു. കാരണം ആ കുട്ടി എങ്ങനെ എടുക്കുകയെന്ന് അറിയില്ല. കാരണം ഞാൻ ഭയങ്കര വലിയൊരു ഇന്റർവ്യൂ കൊടുത്ത ഇന്റർവ്യൂ അന്ന് തന്നെ 1 മില്യൺ അടിച്ച് ഭയങ്കര കത്തി നിൽക്കുന്ന സംഭവമല്ലേ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും സെയിം പ്രൊഫഷനിലുള്ള ഉള്ള കാരണം ഓപ്പോസിറ്റ് നിന്നിരുന്ന ആങ്കറും സംഭവം പറഞ്ഞു, നമ്മൾ സെയിം പ്രൊഫഷനിലുള്ള ഒരാളായ കാരണം എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പിന്നീട് ആ കുട്ടി നേരിട്ട സൈബർ ബുള്ളിങ്, മസ്താനി നേരിട്ട സൈബർ ബുള്ളിങ് വന്നപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എമ്പത്തൈസ് ചെയ്യാൻ പറ്റി. എനിക്ക് അയ്യോ പാവം തോന്നുന്നു. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിനകത്ത് റീ എൻട്രി നടത്തിയല്ലോ. റീ എൻട്രി നടത്തിയതിന് ശേഷം തിരിച്ചു വന്ന മസ്താനിയുണ്ട്. ആ മസ്താനി ഈസ് ടോട്ടലി ഫൈൻ. ഒരു മനുഷ്യന്മാരാണ്, ചിലപ്പോൾ തെറ്റ് പറ്റിയേക്കാം, ചിലപ്പോൾ എവിടെയെങ്കിലും വീണ് പോയേക്കാം. അവിടുന്ന് ഉയർത്തെഴുന്നേക്കാനും അതിന് തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ തിരുത്തി മുന്നോട്ട് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിജയം. അപ്പം അത് മസ്താനി അതിൽ വിജയിച്ചിട്ടുണ്ട്. ആൻഡ് ഇപ്പം മസ്താനിക്ക് അഗെയിൻസ്റ്റ് എന്ന് സംസാരിച്ചതിൽ റിഗ്രറ്റ് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ആ കുട്ടിയോട് ആത്മാർത്ഥമായിട്ട് സോറി പറയണം. കാരണം അത് ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ആ ഒരു സെനാരിയോ. കാരണം അന്ന് അങ്ങനെ നടക്കുന്നു, എഗെയിൻസ്റ്റ് ആവുന്നു. ബിക്കോസ് അവൾ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള പേഴ്സണാണ്. അതാണ് ഏറ്റവും കൂടുതൽ ട്രാൻസിനെയും ക്വിയർ ആയിട്ടുള്ള ആൾക്കാരെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇന്റർവ്യൂ എടുത്തിട്ട് സപ്പോർട്ടീവ് ആയിട്ടുള്ള പേഴ്സണാണ്. അത് മാത്രമല്ല, ഇവർ ഇന്റർവ്യൂ എടുത്ത ആൾക്കാരൊക്കെ ഭയങ്കര കംഫർട്ടബിളും ആയിരുന്നു. ഈ മസ്താനി ഇന്റർവ്യൂ എടുത്ത ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളാണ്. പിന്നെ പെട്ടെന്ന് അങ്ങനെ മാറ്റി പറയുമ്പോൾ ചിലപ്പം ഉദ്ദേശിച്ച കാര്യമായിരിക്കില്ല അവിടെ നടന്നിട്ടുണ്ടാവുക. പിന്നെ അതൊരു ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് പാർട്ട് ഓഫ് ഗെയിം. അത് ആ ഒരു സംഭവം, ആ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ ആണ്. അത് TV ഗെയിം റിയാലിറ്റി ഷോ ആണ്. അപ്പം അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഗെയിമിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് ആ സീസണിൽ, ചിലപ്പോൾ നിങ്ങളുടെ സീസണിൽ ഞാൻ ആ സമയത്ത് വൈൽഡ് കാർഡിൽ ഇവരുടെ കൂടെ കയറിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനും മസ്താനി ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടാവും തിരിച്ചു വരുന്നുണ്ടാവുക. അതിനെ ക്ലിയർ ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. ഞാൻ അവിടെ ആ ഒരു സെനാരിയോയിൽ, അത് നടക്കുന്ന സെനാരിയോയിൽ കറക്റ്റ് ചെയ്യാൻ ഞാനുണ്ട്. പറയുന്നത് അതിലാണ് ഓരോരുടെ അടുത്താണെങ്കിലും അതിലാണ് ഓരോക്ക് ഒരു പക്ഷെ റിയാക്ട് ചെയ്യണമെന്നില്ല. പക്ഷെ അവർക്ക് വേണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അതിനെ കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റുമായിരുന്നു. അത് അവിടെ ക്ലിയർ ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. പക്ഷെ അതവിടെ പറ്റിയില്ല. ഇനി എപ്പോഴെങ്കിലൊക്കെ എവിടെയെങ്കിലും പറ്റുമായിരിക്കും. ഓക്കെ, ഇതൊക്കെ പുറത്തുനിന്ന് ഇപ്പം 8ലേക്ക് പോകണം കേട്ടോ. ഞാനതാ പറയുന്നത്. ബിഗ് ബോസ് 8ലേക്ക് പോകും. എന്നിട്ട് ഞാനൊരു ഇന്റർവ്യൂവിന് വിളിക്കും, വരണം. എന്നിട്ട് ഇതിന്റെ മറുപടി അവർ വിളിക്കട്ടെ. 8ൽ എൻ്റെ അടുത്ത് കാണുന്നവരൊക്കെ പറയുന്നത് 8ൽ പോവരുത്, ഇനി പോവരുത്, നിനക്ക് നല്ലൊരു മറുപടി പറയുന്നില്ല. നല്ലൊരു പേരുണ്ട്, ആ പേര് കൊണ്ട് കളയരുത്. അപ്പൊ ഞാൻ പണ്ടൊക്കെ എന്ന് വെച്ചാൽ എനിക്കിത് വലിയ താല്പര്യമില്ല. പക്ഷെ എൻ്റെ അടുത്ത് ഇപ്പൊ ഇന്ന് വരെ പലരും അതിൽ മത്സരാർത്ഥികൾ പറയുന്ന നിനക്ക് നല്ലൊരു പേരുണ്ട്, അതുകൊണ്ടേ കളയരുത്. കാരണം ഞാൻ റിയാക്ട് ചെയ്യുന്ന പേഴ്സണാണ്. ഞാൻ ഭയങ്കര മാനിപ്പുലേറ്റഡ് ആവുന്ന ആളാണ്. പിന്നെ ഞാൻ മാനിപ്പുലേറ്റഡ് ആവും അല്ലേ? മാനിപ്പുലേറ്റഡ് ആവുമെന്ന് എനിക്ക് നോ പറയാനൊന്നും അറിയില്ല. ഞാൻ ഈ പറഞ്ഞ സോക്കോൾഡ് ബോൾഡ് അങ്ങനത്തെ ആളൊന്നും അല്ല. എനിക്കൊരാൾ വന്ന് നിരൂപിച്ച് ഞാൻ അയാളെ ട്രസ്റ്റ് ചെയ്ത് ഞാൻ അങ്ങനെ അപ്പൊ എൻ്റെ അടുത്ത് എന്നെ പേഴ്സണലി അറിയുന്നവരൊക്കെ പറയുന്നത് ബിഗ് ബോസിൽ നിനക്ക് നല്ലൊരു പേരുണ്ട്, ആ നല്ല പേര് കൊണ്ടേ കെട്ടുപേരാക്കരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ലൈഫിൽ ചാലഞ്ചസ് ഒക്കെ ഏറ്റെടുക്കാൻ ആഗ്രഹമുണ്ട്. പിന്നെ പറയാൻ പറ്റില്ല സർക്കംസ്റ്റാൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. അഥവാ പോവാണ് വെച്ചാൽ ഞാൻ ഷാരിക ചേച്ചിക്ക് വന്നിട്ടൊരു ഇന്റർവ്യൂ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഇറങ്ങി വന്നു കഴിഞ്ഞാൽ റിയാലിറ്റി ബൈ ഷാരികയ്ക്ക് എന്തായാലും ഒരു ഇന്റർവ്യൂ തരും. ഉറപ്പായിട്ട് നമ്മൾ പൊരിക്കത്തില്ല, ഇതുപോലെ റിയാലിറ്റി മാത്രം. അപ്പൊ ഞാൻ എങ്ങനെ ഇരിക്കും ചോദിക്കരുത്. അതെ. പിന്നെ കഴിഞ്ഞ സീസണിലൊക്കെ വരുന്നു എന്നൊക്കെ കേട്ടത് വൈൽഡ് കാർഡ് എൻട്രിയിലൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയല്ല, ഏഷ്യാനെറ്റ് വരെ ന്യൂസ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇത് സാദിയ കയറാൻ പോകും എന്നൊക്കെ പറഞ്ഞാ ശരി. അത് ഞാൻ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നോ? അതൊക്കെ ഇല്ല. എനിക്കതൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എത്തിയിട്ടുണ്ട് ായിരുന്നില്ല. ഞാൻ പിന്നെ പോകുന്നുണ്ടെങ്കിൽ ഞാനത് പോകുന്നു എന്ന് തന്നെ കോളൊക്കെ വന്ന് ഞാൻ പോകുന്നതിന് വെക്കും. എനിക്ക് പക്ഷെ കുറെ കാലം തൊട്ട് സീസൺ 2 തൊട്ട് പ്രഡിക്ഷനിലുണ്ട്. പ്രഡിക്ഷൻ പിന്നെ എനിക്കതിനനുസരിച്ച് അതിലേക്ക് എത്താനുള്ളൊരു
ഏജൻസി ഉണ്ടായിട്ടില്ല. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഈ ബിഗ് ബോസിന്റെ കാര്യം നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇപ്പൊ ഈ മസ്താനിയുടെ വിഷയമായാലും എൻ്റെ വിഷയമായാലും അപ്പാനിശ്വരത്തിന്റെ വിഷയമായാലും ലക്ഷ്മിയുടെ വിഷയമായാലും ആദിലാനൂരുടെ കേസായാലും അനുമോളുടെ കേസായാലും ഈ പുറത്ത് വിടുന്ന ആൾക്കാർ ഇതിങ്ങനെ ഈ എന്താ പറയുന്ന ഈ ഇതിന്റെ കേക്കിനകത്തിട്ട് മറ്റേ ചെറിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പരത്തി വിടുന്ന ആൾക്കാർ ഈ മഞ്ഞ മീഡിയകളാണ്. ഞാൻ അങ്ങനെ തന്നെ വിളിക്കും. എന്നെ ഇനി എന്ത് പറഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെ വിളിക്കും. അപ്പോൾ അവരാണ് ഇപ്പൊ പറയുന്ന പോലെ ഇപ്പം ഹേദിയുടെ ചെവിയിലായാലും ഞാനൊരു പ്രേക്ഷകയാണ്, എൻ്റെ ചെവിയിലായാലും അവരുടെ ഈ ഒരു പോയിന്റ് മാത്രം എത്തിക്കുന്ന ഇവരാണ്. അപ്പോൾ അതിനെ വളച്ചൊടിച്ച് എത്തിക്കുന്നത് ഇവർ തന്നെയാണ്. അങ്ങനെ കരുതുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ്, താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു, ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ TV റിയാലിറ്റി ഷോ ആണ്, ഒരു ഗെയിം ഷോ ആണ്. നമ്മളെല്ലാം അതിനകത്ത് വെറും പാർട്ടിസിപ്പൻസ്, മത്സരിക്കാൻ, പൈസയ്ക്ക് വേണ്ടി മത്സരിക്കാൻ പോയി മത്സരിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ഇന്ത്യൻ ഐഡലൊക്കെ പോലെ അല്ലെങ്കിൽ ഐഡിയ സ്റ്റാർ സിംഗർ പോലെ അങ്ങനെ ഒരു ഷോ മാത്രമാണ് റിയാലിറ്റി ബിഗ് ബോസ് എന്ന് പറയുന്നത്. അതിൽ ഈ മീഡിയ എന്താണ് കാണിക്കുക? ഈ ബിഗ് ബോസിന് അകത്ത് നടക്കുന്നതിനേക്കാളും ഗെയിം കളി നടക്കുന്നത് മീഡിയയിലാണ്, പുറത്താണ്. അതായത് PR വർക്ക്, അതിനെക്കുറിച്ചൊക്കെ എന്താണ് ശരിക്കും ജെന്യുവിൻ ആയിട്ട് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോഴത്തെ ലെവലിൽ ബിഗ് ബോസിലുണ്ടോ?